ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ പറയട്ടെ. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബാർബിക്യൂ സോസിൽ വെച്ച് എങ്ങനെ അടിപൊളിയാക്കി എടുക്കാന്നുള്ളതാണ്. ബിരിയാണി റൈസിന്റെ കൂടെയും അതുപോലെ തന്നെ നമ്മൾ അതിനകത്തൊരു ഓംലേറ്റ് അല്ല, നമ്മുടെ ബുൾസേ പോലെയില്ലേ, ബുൾസേ പോലത്തേതും അതിൻ്റെ കൂടെ ഇതും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം, ബാർബിക്യൂ സോസ് വെച്ചൊരു ചിക്കൻ. അപ്പം നമുക്ക് ഇതുണ്ടാക്കാൻ പോകാം. പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് വേഗം പോയേക്കാം. സോ നമ്മൾ ചിക്കൻ ബാർബിക്യൂ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു പാത്രത്തിൽ ഇടുക. ഇതൊരു 1/2 കിലോ ഉണ്ട് കേട്ടോ. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. അതൊക്കെ എരിവ് നിങ്ങളനുസരിച്ച് ഇടണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ പാടായി പോകും. മക്കൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ നിങ്ങൾ അതനുസരിച്ച് ഇടേണ്ടി വരും. അതുകൊണ്ടാണ് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, ഒരു പേരിന് ഇച്ചിരി നാരങ്ങ നീര്, ഒരൽപ്പം ഉപ്പ്. ഈ ചിക്കനിൽ ഇച്ചിരി ഉപ്പ് പിടിച്ചില്ലെങ്കിൽ നമ്മൾ കഴിക്കൂല, ബാക്കിയുള്ള രാജ്യക്കാരൊക്കെ കഴിക്കും. കുറച്ച് ഉപ്പ്, ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഒരു ടീസ്പൂണില്ല, ഒരു 3/4 ടീസ്പൂണോളം ഇടാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. നമുക്ക് ഇതിനെ കോട്ടിങ് ചെയ്യാനുള്ള സാധനം റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി 1 കപ്പ് മൈദ, 2 ടീസ്പൂൺ കോൺഫ്ലവർ, ഗരം മസാല, അതായത് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല. നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ എടുത്തിട്ട് ഇതിനകത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ കാര്യം. പിന്നെ നമുക്ക് സോസ് ഉണ്ടാക്കുന്നതാണ്. അത് ഉണ്ടാക്കുമ്പോൾ പറഞ്ഞുതരാം, അല്ലെ നിങ്ങൾക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനായി പോവും. ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. ഞാൻ ഡീപ്പായിട്ട് ഇടുന്നില്ല, ഒരുപാട് എണ്ണ കുടിക്കുന്നുണ്ട്. ഉള്ള പൊടി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടിയിട്ട് ഇടണം, അത് മറക്കണ്ട. ഇപ്പം ഞാൻ മറിച്ചിട്ടിട്ടോ, ഒരു സൈഡ് വേഗം മറിച്ചിട്ടു. വേഗം എന്നല്ല, ഒരു 5 മിനിറ്റ്സ് എടുത്തുള്ളൂ, മറിച്ചിട്ടു. ഇനി നമുക്കൊരു അപ്പുറത്തെ സൈഡ് കുറച്ചും കൂടെ വെന്ത് കഴിയുമ്പോൾ ഇതൊന്നും കൂടെ തിരിച്ചിടാം. അല്ലെങ്കിൽ നിങ്ങൾ ഡീപ്പ് ഫ്രൈ ചെയ്യുവാണെങ്കിൽ നല്ലപോലെ എണ്ണ എടുത്തിട്ട് അത് വേഗം 10 മിനിറ്റ് കൊണ്ട് 2 സൈഡും ഒരുപോലെ ആവും. ഇങ്ങനെ എണ്ണ കുറച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾ അങ്ങനെ എടുക്കാം. നമ്മളൊരു കടായി എടുത്തു. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബാർബിക്യൂന് വേണ്ടിയുള്ള ചിക്കന് വേണ്ടിയുള്ള സോസാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് അമേരിക്കൻ ഗാർഡൻ്റെ ബാർബിക്യൂ സോസാണ്. ഹണിയും കൂടെ ഉള്ളതാണ്. ഒരു സ്പൂൺ ചില്ലി സോസ് ഒഴിച്ചു. ഇവിടെ കുഞ്ഞുങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 2 ചില്ലി സോസ് ആക്കാം. ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്നത് തേനാണ്. ആക്ച്വലി നമ്മൾ തേനുള്ള ഒരു ബാർബിക്യൂ സോസാണ് ഒഴിച്ചത്. എങ്കിൽ പോലും നമുക്കൊരു 2 സ്പൂൺ തേൻ ഒഴിക്കാം.
സോസ് ജസ്റ്റ് ഒന്ന് വാമായി വന്നിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ടേസ്റ്റ് മണമൊക്കെ മാറി വരുന്നുണ്ട്. നമുക്കിനി ഇത് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലിട്ടു. ഇതിപ്പം നമ്മുടെ ബാർബിക്യൂ ചിക്കൻ ഇങ്ങനെ ഇത് ശരി തന്നെ ബാർബിക്യൂ സോസും ഉണ്ട്, ഒരു ഫ്രൈഡ് ചിക്കൻ എന്ന് വേണേൽ പറയാം. അപ്പം നമ്മൾ ഇത് ഈ സോസിൻ്റെ മധുരവും എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല രസമുണ്ട്. പെപ്പർ ഇപ്പം മധുരമൊന്നും ഇഷ്ടമില്ലാത്തവരാണ് കുറച്ചേറെ പെപ്പർ പൗഡറും കുറച്ച് ചില്ലി പൗഡറും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. സോ റെഡി ആയി കഴിഞ്ഞു നമ്മുടെ അടിപൊളി ബാർബിക്യൂ ചിക്കൻ. ഇനി എടുക്കുക, കഴിക്കുക. Please like my channel, share and subscribe.